ഇപ്പോൾ മലയാള സിനിമയിൽ ഒരു പയ്യൻ നമ്മുടെ അബിയുടെ ഒരു മകനുണ്ട്. ഞാൻ അറിയാം ഇവരെല്ലാവരും ഒറ്റപ്പെടുത്തിയ ആ ചെറുപ്പക്കാരനെ. എനിക്ക് ആ ചെറുപ്പക്കാരൻ്റെ നേരിട്ട് ഒരു പരിചയമില്ല. ഷെയ്ൻ നിഗം. ഞാനതൊരു 3 വർഷം മുമ്പ് തന്നെ, അന്ന് ഞാൻ നാനയുടെ സ്പെഷ്യൽ കറസ്പോണ്ടൻ്റാണ്, അല്ല ജനഹിതത്തിൻ്റെ. ഞാൻ ആ ചെറുക്കനെക്കുറിച്ച് നന്നായിട്ട് തന്നെ എഴുതി. പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ മലയാളത്തിലൊരു സൂപ്പർ സ്റ്റാർ ഈ പയ്യൻ്റെ പടം കളിക്കുന്ന തിയേറ്ററിൻ്റെ അവിടെ പോയിട്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ആൾക്കാരും കൂടി പറഞ്ഞു ഇവൻ്റെ ബാനറോ പോസ്റ്ററോ ഒന്നും വയ്ക്കാൻ പാടില്ല, എൻ്റെ സിനിമ തരില്ല എന്ന് പറഞ്ഞാലേക്കണം. ഇവർക്ക് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ഷെയ്ൻ്റെ പടത്തിലല്ലേ ഓടുള്ളൂ. അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞില്ലേ, അവർ ചായം പൂശുമ്പോൾ അത് കഴുകിക്കളഞ്ഞാൽ പലരും വൃത്തികെട്ട മുഖങ്ങളെന്ന് ആലോചിക്കണം. അവർക്ക് എന്താ ഇപ്പോഴും അവരുടെ ഒരു അരക്ഷിതാവസ്ഥയാണ്. അതെ, അരക്ഷിതാവസ്ഥ എന്നുള്ളതല്ല, ഒരുപക്ഷെ അവർ വേണ്ട രീതിയിൽ അവരിങ്ങനെ തൊഴിലുണ്ടാവില്ല, കാല് കഴുകി വെള്ളം കുടിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവർ അച്ഛനുള്ള ദേഷ്യം കൊണ്ടായിരിക്കാം. ആയിക്കോട്ടെ, അച്ഛനുള്ള ദേഷ്യം കൊണ്ട് പ്രതികാരം ചെയ്യണ ഒരു മകൻ എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ് മാത്രമായിരിക്കണം. അവൻ ആണോ ശരിക്കും? അറിയാം, ഞാൻ ഇന്നത് ചെയ്യാൻ കാരണം പൃഥ്വിരാജ് നമ്മുടെ ക്ലോസിനില്ലല്ല. സുകുമാരനോട് മലയാള സിനിമ ചെയ്ത ദ്രോഹം എല്ലാം വ്യക്തമായി മനസ്സിലാക്കിയ മകനാണ് പൃഥ്വിരാജ്. പൃഥ്വിരാജിനെ ഇല്ലാതാക്കുന്നില്ല ഇവിടെ എല്ലാം സാധിച്ചവിടെ. തൊടാൻ പറ്റുമോ? അവിടെ തൊടാൻ പറ്റിയില്ലല്ലോ. പൃഥ്വിരാജ് പിന്നെന്താ പറഞ്ഞില്ലേ, ഞാൻ ഇത്രാമത്തെ വർഷം പടം സംവിധാനം ചെയ്യും, എഴുതും, പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അത് അച്ചിട്ട് പോലെ നടക്കല്ലേ. ഇപ്പം എന്താ, ഹിന്ദിയിൽ സിനിമ നിർമ്മിക്കാൻ പോവല്ലേ, സാമ്രാജ്യം പിടിച്ചടക്കിയില്ലേ. ആദ്യത്തെ സിനിമയിൽ ലൂസിഫറിലോട് തന്നെ ആൾ മാറിയില്ലേ. മൂന്നാമത്തെ പടം എമ്പുരാൻ ഇതല്ലേ. രണ്ടാമത്തെ ബ്രോഡാടി, അത് വേറെ സ്റ്റൈലുള്ള സിനിമയായിരുന്നില്ലേ. അപ്പോൾ പ്രതികാരം എന്ന് പറഞ്ഞാൽ, മക്കളുടെ പ്രതികാരം എന്ന് പറഞ്ഞാൽ ഈ രീതിയിലാണത്. അവരെ തൊടാൻ പറ്റിയിട്ടുണ്ടോ? കഴിവുണ്ടേ. ഇങ്ങനെയും കുറേ പേരുണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ നമ്മൾ പറയുന്നത് സിനിമയിൽ ഗ്രൂപ്പുകൾ, ജാതികൾ. ഞാൻ ആദ്യം ജാതിയുടെന്ന് പറഞ്ഞ ഒരാളല്ല. ജാതി വളരെ വ്യക്തമായിട്ട് ജാതിയുണ്ട്. അത് അറിയണമെങ്കിൽ സിനിമയുടെ എഴുതി കാണിക്കില്ലേ, ആ പേരുകൾ നോക്കിയാൽ മതി. ശരിയാണ്, ചിലർക്ക് ഇന്ന ആൾക്കാർ വേണമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, എന്തുകൊണ്ടാണ് നിങ്ങൾ മമ്മൂട്ടി അത്രയും സപ്പോർട്ട് ചെയ്യുന്നത്? ഇത് ജാതിയുടെ പ്രശ്നം തന്നെയാണത്. അത് ഞങ്ങൾ നാണയിലും തുടങ്ങിയിട്ടുള്ളതാണ്. മമ്മൂട്ടിയെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് വേറൊരു സഹായം ഉണ്ടായിട്ടല്ല. മമ്മൂട്ടി വന്നു ചെറുപ്പക്കാരൻ കൊള്ളാം എന്നുള്ളത് തന്നെയാണ്. അത് വന്നു ഒരു യുവൻ പറഞ്ഞു, നമ്മളൊക്കെ ഹിന്ദുക്കളാണല്ലോ. ഞാൻ ഹിന്ദുവല്ല. സിനിമയിൽ തന്നെയുള്ള ആളാണ്. ഒരാളൊന്നുമല്ല. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ എന്നെ വളർത്തിയത് ജാതിയും അതില്ലാണ്ട് വന്നിട്ട് ഞങ്ങൾ വളർന്നു. അങ്ങനെയാണത്. ഞങ്ങൾ ബേസിക് കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാരല്ല, പഴയ കമ്മ്യൂണിസ്റ്റുകാരാണത്. അതുകൊണ്ട് ഇവിടെ ജാതിയും മതമൊന്നുമില്ല. മാത്രമല്ല, നിങ്ങൾ ഈ പറയുന്ന പോലെ സ്വാതന്ത്ര്യ സമരം എടുക്കുമ്പോൾ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എടുക്കുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന എത്ര ഹിന്ദുക്കളതിലുണ്ട്? അതിൽ നിങ്ങൾ വേണം മുസ്ലിം നാമാരി എണ്ണം ഞാൻ പറയാതെ വേണമെങ്കിൽ അതെങ്കിലും ആലോചിക്കണ്ടേ എന്നന്ന് പറഞ്ഞ്. അപ്പോൾ അവർ നിങ്ങൾ അനുഭവിക്കും, ഞാൻ അനുഭവിക്കാം. കാരണം ഞാൻ എത്ര വർഷം ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു, അത് കഴിഞ്ഞാൽ ഞാൻ പോകുന്നു. എനിക്ക് വേറെ ഒന്നും വേണ്ട, ഞാൻ വാങ്ങിച്ചിട്ടില്ല.